ആഹാ, എന്തോ ഒരു ഗന്ധം, ഗന്ധകത്തിന്റെ ഗന്ധം. പൂവിലെ ജനിച്ച്, പൂവിലെ വളർന്ന്, പൂവിലെ മരിച്ച പൂവേ, ഇതിലും വലിയ പൂവുണ്ടോ? പൂവേ, നല്ല പൂവേ, വെള്ളത്താമര പൂവേ, ആരോടും ചൊല്ലാതെ പൂ പറിച്ചത് ആരെ? യക്ഷിയോ, പക്ഷിയോ, പങ്കജാക്ഷിയോ? എന്തു പറ്റി? എന്തിനാ നാണിപ്പെണ്ണെ കരയുന്നത്? എനിക്കിങ്ങനെ ഒരു ഗതി വന്നല്ലോ. എനിക്കിതുവരെ ആരും പണം വരാത്തത് കൊണ്ടല്ലയോ എന്നെ എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നത്? ആര് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്? ഞാൻ തരാം, ഞാനും തരാം പുടവ, രണ്ടുപേരും തരാം പുടവ. കണ്ടോ, പുടവ അഴിച്ച് കാണിച്ചപ്പോ ചിരി പിടർന്ന് 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 വരുന്നു കേട്ടോ. അയ്യോ, എന്നെ കണ്ടി ചിരിക്കുന്ന കേട്ടോ. എന്തോ ഇവർക്ക് പൂവുള്ളാൻ കൊതിയുണ്ടായിട്ടാണോ അതോ ഇവരെ കൊണ്ട് വിളിക്കാൻ നിനക്ക് കൊതിയുണ്ടായിട്ടാണോ? വാഴുന്നവരെ, പൂവല്ലേ, കണ്ടാൽ ആരും ഒന്നും ഉള്ളിപ്പോകും. സന്തോഷം. കൊട്ടാരത്തിൽ രാജകുമാരിക്ക് പ്രത്യേകം പൂജയുണ്ട്. അതിന് കൂടുതൽ പൂ വേണമെന്ന് അറിയിച്ചു. അതുകൊണ്ടാണ് ഇവരെ കൂടെ വിളിച്ച് നുള്ളിച്ചത്. സന്തോഷം. പക്ഷേ നുള്ളിക്കോ ഒരു കാര്യം പറഞ്ഞേക്കാം, മുട്ട് മാത്രം എടുത്തെടുക്കരുത് കേട്ടോ. ഞങ്ങളെ കൊച്ചുങ്ങളല്ല വാഴുന്നവരെ, പൂവും മുട്ടും കണ്ടാ തിരിച്ചറിയാം. സന്തോഷം. നാനി, എന്തോ ഇനിയും പൂവിന് ആവശ്യം വരുമ്പോ നുള്ളാൻ നീ എന്നെയും വിളിക്കരുത് കേട്ടോ. എനിക്ക് വയസ്സായിപ്പോയി. ഇല്ലേ? കാവിലമ്മേ, ദേവി ആരെന്നറിയാതെ ആരോടും ചോദിക്കാതെ ചെല്ലുനേരം ശത്രുവിന് മനസ്സ് കൊടുത്തുപോയി. ഊണിലും ഉറക്കത്തിലും ആ ദ്രോഹി എന്നെ പിന്തുടരുന്നു. അമ്മേ, മായ്ച്ചു തരും, ശത്രുവിനെ മനസ്സിൽ നിന്ന് മായ്ച്ചു തരും. ദേവി, സ്നേഹസ്വരൂപിണി, തുറച്ചു നോക്കാതെ, സത്യമല്ലാണ്ട് നീതിയല്ലാണ്ട് മനസ്സാലെ യാതൊന്നും ചെയ്തിട്ടില്ല. അടിയന്റെ മനസ്സിൽ ഒരു പെണ്ണ് വന്ന് പെട്ടുപോയി. കച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. രക്ഷിക്കണേ ദേവി. ദൂരെ മാറുന്ന പ്രാർത്ഥിക്കും. ദേവി, അവിടുത്തെ മുഖമോ കാണാൻ പാടില്ല, പിൻഭാഗമെങ്കിലും ഒന്ന് കാണിക്കാൻ അനുവദിക്കണമേ. അമ്മോ, അമ്മോ, വിശക്കണമ്മോ, വിശക്കണമ്മോ. നിനക്ക് വല്ലാണ്ട് വിശക്കണുണ്ടോ? ഉണ്ടമ്മോ, കാട് കായ്ക്കുന്ന നാളല്ല, തിന വിളയണ കാലമല്ല. കരയെല്ലാം മഴയില്ലാതെ വരണ്ടുപോയി. തൊഴിലുമില്ല അമ്മോ. എന്ത് ജോലിയും ചെയ്യുമോ? അമ്മോ, എന്ത് ജോലിയും ചെയ്യും. കന്നുകാലിയെ നോക്കും, അരച്ചി കളിക്കും, മെഴുക്കും, നെല്ല് കുത്തും, ഉഴുന്നാട്ടും, അടുക്കള പണി നോക്കും, വിറകും കീറും. ശരി, നിനക്ക് എന്ത് തരണടാ കൂലി? എനിക്ക് അഞ്ഞാഴി നെല്ലും പഴങ്കഞ്ഞി. എനിക്ക് ആരക്ക് നെല്ലും അരിക്കാടി. അമ്മോ, വേല മുടിയണ നേരത്തെ ഇവരെ കൊണ്ട് കളിപ്പിക്കാം, തേൻ നോക്കിക്കാം. ശരി ശരി, ആ കണ്ണാടിപ്പുരയിൽ കിടന്നോളൂ. നീലി, എന്തോ ഇനെന്താ പതിവില്ലാതെ കാവൽ തത്ത ചിലക്കണത്? കിടക്കണ കന്നാലിത്തക്കന്റെ കൊരങ്ങനെ കണ്ടിട്ടാവാം. ഉറങ്ങാൻ പോകുമ്പോ തത്തയ്ക്ക് തിനയില്ലേൽ തിന കൊടുത്തിട്ട് പോയി. കൊടുക്കാൻ തമ്പരാട്ടി.
ഉറങ്ങിക്കിടക്കുമ്പോൾ വെട്ടിക്കൊല്ലുന്നത് ചതിയാണ്. ശത്രുവിനെ എപ്പോഴും കൊല്ലാം. അരുതുമാക്കം. നിങ്ങളുടെ അച്ഛൻ അപ്പൂപ്പന്മാർ മുതലേ ചതിയന്മാരാണെന്ന് കേട്ടിരിക്കണം. ചതിച്ചാരെയും കൊല്ലരുത്. നിങ്ങൾ എന്റെ അച്ഛനെ കൊന്നവനാണ്. എന്റെ അച്ഛന്റെ മുഖം എനിക്കൊന്ന് കാണാൻ ഇടയാകാതെ കൊന്നവനാണ്. അച്ഛന്റെ മുഖം കാണാത്തതിൽ മാക്കത്തിന് ദുഃഖമുണ്ടല്ലേ? നിന്റെ അച്ഛൻ ചന്തുവിന്റെ മടിയിൽ മയങ്ങിക്കിടന്ന എന്റെ അച്ഛൻ ആരോമൽ ചേകവരുടെ എള്ളോളം മുറിവിൽ കുത്തുവിളക്ക് കുത്തിയിറക്കി ചതിച്ചു കൊന്നതിൽ എനിക്ക് ദുഃഖമില്ലേ മാക്കം? പറയും, എനിക്ക് ദുഃഖമില്ലേ? കൊല്ലണമെങ്കിൽ കൊന്നോളി. ഇതാ ഈ ഉറുമി കൂടെ ഇരിക്കട്ടെ. മാക്കം, നീ എന്റെ മുറപ്പെണ്ണാണ്. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പെണ്ണെ. ഞാൻ എന്റെ ആങ്ങളെ വിളിക്കും. വേണ്ട മാക്കം, ഭയം കൊണ്ടല്ല. നിന്റെ ആങ്ങളെയും അച്ഛനെയും കൊന്നവനാകാതിരിക്കാൻ എന്നെ കൊല്ലണമെങ്കിൽ നീ കൊന്നോളിൻ. സ്നേഹിക്കുന്നവരുടെ കൈകൊണ്ട് മരിക്കുന്നത് ഒരു സുഖമാണ്. അയ്യോ! മാക്കം, മാക്കം, മാക്കം. ആരാണ് പാതിരാത്രി അറക്കകത്ത് നിന്ന് കൂവിയത്? അത് പറയ്. മധി, നീ ഒരു കുരങ്ങനെ കണ്ട് ഭയപ്പെട്ടു. നീയാണോ ആരോമുണ്ണിയോടും കണ്ണപ്പുണ്ണിയോടും പടമൊരുക്കാൻ പോകുന്നവൾ? എടാ കന്നാരി ചെക്കന്മാരെ, അടിയൻ നിങ്ങളുടെ കുരങ്ങനെ പിടിച്ച് പൂട്ടിയിടേ. പൂട്ടിയതമ്പ്രാ, കുരങ്ങാൻ പൂട്ടി. ആ, ഇനി പോയി കിടന്നോളി.